First semester BSc degree examination November 2022 സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കോംപ്ലിമെൻ്ററി പേപ്പറായിട്ടുള്ള ഇൻട്രൊഡക്ടറി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്യുന്നത്. അതിലെ പാർട്ട് ബി ഷോർട്ട് എസ്സേ ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യനാണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ DES. DES എന്ന് പറഞ്ഞാൽ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. Government of Kerala is the center of state statistical system. It is a nodal agency which collects, classify, analyze and interpret the data relating to various sectors of Kerala economy. It is headed by a director who is the technical and administrative head of the department. There are 14 district statistical officers in the various districts headed by deputy directors. The lowest statistical units in the state is the Taluk statistical officers headed by Taluk statistical officers. There are 61 Taluk statistical officers in our state. Next question. Point out any 5 qualities of a good questionnaire. Number of questions should be minimum. The questions should be short as possible and should be simple to understand. Questions should be in such a nature that they can be answered either in a yes or in a no. Questions should be in a logical order. As far as possible, personal questions should be avoided. Adutha question aanu define row and central moments. Derive the expression for the rth central moment in terms of row moments. Rth central in the terms of row moments. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമുക്ക് മൊമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. മൊമെൻറ്റ്സ് ആർ ദി എർത്തമാറ്റിക് മീൻ ഓഫ് ഡിഫറെൻറ്റ് പവേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻസ് ഫ്രം എ കോൺസ്റ്റൻറ്റ്. If the deviations are taken from any arbitrary constant, then the moments are called row moments. അപ്പോൾ നമ്മളിവിടെ റോ മൊമെൻറ്റ്സിനെ നമ്മൾ സാധാരണ മ്യൂ ആർ ഡാഷ് ആർത്ത് റോ മൊമെൻറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് മ്യൂ ആർ ഡാഷ് എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/n സമ്മേഷൻ xi മൈനസ് എ എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ മ്യൂ ആർ ഡാഷ് ഓഫ് എ എന്ന് ഇവിടെ എഴുതും. അപ്പോൾ സമ്മേഷൻ xi മൈനസ് എ ദ ഹോൾ റേസ് ടു ആർ. അപ്പോൾ നമുക്ക് എഴുതാം ദിസ് ഇസ് ദി എർത്തമാറ്റിക് മീൻ ഓഫ് ഡിഫറെൻറ്റ് പവേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻസ് ഫ്രം എൻ ആർബിട്രറി കോൺസ്റ്റൻറ്റ്. അതിനാണ് നമ്മൾ റോ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡീവിയേഷൻസ് എടുക്കുന്നത് എർത്തമാറ്റിക് മീൻ എന്നാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് സെൻട്രൽ മൊമെൻറ്റ്സ് ആണ്. ദാറ്റ് ഈസ് ഇഫ് ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻസ് ആർ ടേക്കൺ ഫ്രം ദി എർത്തമാറ്റിക് മീൻ ദെൻ ദ മൊമെൻറ്റ്സ് ആർ കോൾഡ് സെൻട്രൽ മൊമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ആർത്ത് സെൻട്രൽ മൊമെൻറ്റിനെ മ്യൂ ആർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/n സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ഹോൾ റേസ് ടു ആർ. ഇങ്ങനെയാണ് ആർത്ത് സെൻട്രൽ മൊമെൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ റോ ആൻഡ് സെൻട്രൽ മൊമെൻറ്റ്സ് നോക്കാം. ദ ആർത്ത് സെൻട്രൽ മൊമെൻറ്റ് മ്യൂ ആർ ഇസ് ഈക്വൽ ടു മ്യൂ ആർ ഡാഷ് മൈനസ് RC1 മ്യൂ ആർ മൈനസ് 1 ഡാഷ് മ്യൂ 1 ഡാഷ് പ്ലസ് RC2 മ്യൂ ആർ മൈനസ് 2 ഡാഷ് മ്യൂ 1 ഡാഷ് സ്ക്വയർ മൈനസ് RC3 മ്യൂ ആർ മൈനസ് 3 ഡാഷ് മ്യൂ 1 ഡാഷ് ദ ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് മൈനസ് 1 റേസ് ടു ആർ മ്യൂ 1 ഡാഷ് റേസ് ടു ആർ. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം മ്യൂ ആർ ഡാഷിനെയാണ് എഴുതുന്നത്. വെറും മ്യൂ ആർ ഡാഷ് എന്ന് എഴുതിയാൽ നമ്മൾ കാണുന്നത് റോ മൊമെൻ്റ് ആണ് ഫ്രം ദി എബൌട്ട് ദി ഒറിജിൻ 0. അപ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/n സമ്മേഷൻ i is equal to 1 to n xi റേസ് ടു ആർ. അതായത് മൈനസ് എ എന്ന് സാധാരണ എഴുതുന്ന എ 0 ആകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് മ്യൂ ആർ ഡാഷ് എന്ന് കിട്ടുന്നത്. അപ്പം ഇതാണ് നമ്മൾ ആർത്ത് ആർത്ത് റോ മൊമെൻറ്റിന് എടുക്കുന്ന എക്സ്പ്രഷൻ. ഇനി നമ്മൾ മ്യൂ ആറിനെ എങ്ങനെ ഇതിൻ്റെ ടേംസിൽ എഴുതുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വാട്ട് ഈസ് മ്യൂ ആർ? മ്യൂ ആർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ആർത്ത് സെൻട്രൽ മൊമെൻറ്റ്. അപ്പോൾ മ്യൂ ആറിനെ നമ്മൾ എങ്ങനെ എഴുതുന്നത് ദാറ്റ് ഈസ് 1/n സമ്മേഷൻ i is equal to 1 to n xi മൈനസ് എക്സ് ബാർ ഹോൾ റേസ് ടു ആർ. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ xi മൈനസ് എക്സ് ബാർ ഹോൾ റേസ് ടു ആറിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്.
അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പം നമ്മൾ എ മൈനസ് ബി ഹോൾ റേസ് ടു ആർ വന്നാൽ അതിനെങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുക നോക്കാം. എ മൈനസ് ബി ഹോൾ റേസ് ടു ആറിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു ആർ വരും മൈനസ് ആർ സി വൺ. എയുടെ പവർ കുറഞ്ഞു വരിക ചെയ്യുക. എ റേസ് ടു ആർ മൈനസ് വൺ ബി റേസ് ടു വൺ പ്ലസ് അടുത്തത് ആർ സി ടു വരും എ റേസ് ടു ആർ മൈനസ് ടു ബി സ്ക്വയർ. ഇങ്ങനെ ടേമുകൾ വന്നിട്ട് ലാസ്റ്റ് ടേം വരുമ്പം മൈനസ് വൺ ഹോൾ റേസ് ടു ആർ ബി റേസ് ടു ആർ എന്ന് വരും. ഇത് എ മൈനസ് ബി ഹോൾ റേസ് ടു ആറിൻ്റെ എക്സ്പാൻഷനാണ്. അപ്പോൾ അതേപോലെ നമ്മൾ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ റേസ് ടു ആറിനെ ഇതേപോലെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. ദെർഫോർ നമ്മൾ മ്യൂ ആർ ക്യാൻ ബി റിട്ടൺ ആസ് 1/n സിഗ്മ. അതിനെ ഞാൻ അവിടെ വയ്ക്കുകയാണ്. ഞാൻ എക്സ്പാൻഷൻ ചെയ്യാൻ പോകുന്നത് എക്സ് ഐ റേസ് ടു ആർ മൈനസ് ആർ സി വൺ എക്സ് ഐ റേസ് ടു ആർ മൈനസ് വൺ ഇൻറ്റു എക്സ് ബാർ പ്ലസ് ആർ സി ടു എക്സ് ഐ റേസ് ടു ആർ മൈനസ് ടു എക്സ് ബാർ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടേം വരുന്നത് മൈനസ് വൺ റേസ് ടു ആർ എക്സ് ബാർ ഹോൾ റേസ് ടു ആർ. ഇങ്ങനെയാണ് വരാൻ പോകുന്നത് അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു. ഇനി നമ്മൾ ബ്രാക്കറ്റ് മാറ്റിയിട്ട് സമ്മേഷൻ എക്സ് ഐ വരുന്ന ടേമുകൾക്ക് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ദറ്റ് ഈസ് ഈക്വൽ ടു 1/n സമ്മേഷൻ എക്സ് ഐ റേസ് ടു ആർ മൈനസ് ആർ സി വൺ 1/n സമ്മേഷൻ എക്സ് ഐ റേസ് ടു ആർ മൈനസ് വൺ ഇൻറ്റു എക്സ് ബാർ പ്ലസ് ആർ സി ടു 1/n സമ്മേഷൻ എക്സ് ഐ റേസ് ടു ആർ മൈനസ് ടു ഇൻറ്റു എക്സ് ബാർ സ്ക്വയർ എക്സെട്ര പ്ലസ് മൈനസ് വൺ ഹോൾ റേസ് ടു ആർ. ഇവിടെ നമുക്ക് എക്സ് ബാർ റേസ് ടു ആർ എന്ന് പറയുന്നതിന് n ടൈംസ് ആഡ് ചെയ്യാണ്. സമ്മ് ചെയ്യുമ്പോൾ n ടൈംസ് ആണ് ആഡ് ചെയ്യുക. അതിൽ ഐ ഇല്ലാത്ത ടേമാണ്. അപ്പോൾ ഇവിടെ ഞാൻ n ഇൻറ്റു എക്സ് ബാർ റേസ് ടു ആർ എന്ന് കൊടുക്കും. അപ്പോൾ ഒരു 1/n കൂടി ഉണ്ടല്ലോ. അപ്പോൾ സമ്മേഷൻ കൊടുക്കുമ്പോൾ n എക്സ് ബാർ എന്ന് വരും. 1/n കൂടി ഉണ്ടപ്പോൾ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിയുമ്പം നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താണ് എക്സ് ബാർ. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നത് മ്യൂ ആർ ഡാഷ് എന്ന് പറയുന്നത് 1/n സമ്മേഷൻ എക്സ് ഐ റേസ് ടു ആർ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് മ്യൂ വൺ ഡാഷ്? മ്യൂ വൺ ഡാഷ് ഇസ് ഈക്വൽ ടു 1/n സമ്മേഷൻ എക്സ് ഐ റേസ് ടു 1 ആണ്. 1/n സമ്മേഷൻ എക്സ് ഐ ആണ് നമ്മളുടെ എക്സ് ബാർ. അതായത് നമുക്ക് എക്സ് ബാർ എന്ന് വരുന്ന അവിടെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ബാർ എന്ന് വരുന്ന അവിടെ മ്യൂ വൺ ഡാഷ് കൊടുക്കാം അല്ലേ. അപ്പോൾ നമ്മളിവിടെ മാറ്റി എഴുതുന്നു. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു, അപ്പോൾ ആദ്യം വരുന്നത് 1/n സമ്മേഷൻ എക്സ് ഐ റേസ് ടു ആർ ആണ്. അത് നമുക്ക് മ്യൂ ആർ ഡാഷ് എന്ന് എഴുതാം, അതവിടെ കൊടുത്ത പോലെ മൈനസ് ആർ സി വൺ ഇൻറ്റു 1/n സമ്മേഷൻ എക്സ് ഐ റേസ് ടു ആർ മൈനസ് വൺ. പവർ ആർ മൈനസ് വൺ വരുമ്പം അത് ആർ മൈനസ് വൺത്ത് റോ മൊമെൻ്റ് ആണ്. ആർ മൈനസ് വൺ മ്യൂ ആർ മൈനസ് വൺ ഡാഷ് എക്സ് ബാർ എന്നുള്ള അവിടെ നമുക്ക് മ്യൂ വൺ ഡാഷ് എന്ന് എഴുതാം പ്ലസ് ആർ സി ടു 1/n സമ്മേഷൻ എക്സ് ഐ റേസ് ടു ആർ മൈനസ് ടു ഈസ് മ്യൂ ആർ മൈനസ് ടു ഡാഷ് മ്യൂ വൺ ഡാഷ് ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് മൈനസ് വൺ റേസ് ടു ആർ എക്സ് ബാർ ഹോൾ റേസ് ടു ആർ കൂടിയുണ്ട്. എക്സ് ബാർ ഹോൾ റേസ് ടു ആർ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് മ്യൂ വൺ ഡാഷ് ഹോൾ റേസ് ടു ആർ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടി. ഇതാണ് റോ മൊമെൻറ്റ്സും സെൻട്രൽ മൊമെൻറ്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, derive the regression equations of x on y and y on x for the variables x and y using the data x1 y1 x2 y2 etc xn yn on x and y. അപ്പം നമ്മളിവിടെ റിഗ്രഷൻ ഇക്വേഷൻസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x എന്ന് പറയുന്നത് ഈ ഫോമിലായിരിക്കും ഉണ്ടാവുക. ദറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു ax പ്ലസ് ബി എന്ന രൂപത്തിലായിരിക്കും റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x ഉണ്ടാവുക. ഇവിടെ നമ്മൾ എ ആൻഡ് ബി, എയും ബിയും എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് യൂസിങ്
by solving the normal equations. നോർമൽ ഇക്വേഷൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ എ ആൻഡ് ബി ആർ ഒബ്റ്റെയിൻ ബൈ സോൾവിങ് ദി നോർമൽ ഇക്വേഷൻസ് ഒബ്റ്റെയിൻ ബൈ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. ആ നോർമൽ ഇക്വേഷൻസ് എങ്ങനെയാണ് എഴുതുന്നത്? ദ നോർമൽ ഇക്വേഷൻസ് ആർ സമ്മേഷൻ വൈ ഐ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ പ്ലസ് എൻ ബി. അതായത് ഇതിന് സമ്മേഷൻ കൊടുത്ത പോലെയാണ് ഫസ്റ്റ് നോർമൽ ഇക്വേഷൻ കിട്ടുന്നത്. ആൻഡ് രണ്ടാമത്തെ നോർമൽ ഇക്വേഷൻ കിട്ടുന്നത് ഇതിനെ എക്സ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സമ്മേഷൻ കൊടുക്കുന്ന പോലെയാണ്. അപ്പോൾ സമ്മേഷൻ എക്സ് ഐ വൈ ഐ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ. ഇതാണ് നമ്മളുടെ രണ്ട് നോർമൽ ഇക്വേഷൻസ്. ഈ നോർമൽ ഇക്വേഷൻസിനെ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ എയും ബിയും കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു ട്രാൻസ്ഫോം ദിസ് എക്സ് ഐ ആൻഡ് വൈ ഐ ടു ക്യാപിറ്റൽ എക്സ് ഐ ആൻഡ് വൈ ഐ. അപ്പോൾ സ്മോൾ എക്സ് ഐനെ ഞാൻ ക്യാപിറ്റൽ എക്സ് ഐ ആയിട്ട് മാറ്റി എഴുതാൻ പോവുകയാണ്. ആൻഡ് സ്മോൾ വൈ ഐനെ ഞാൻ ക്യാപിറ്റൽ വൈ ഐ ആയിട്ട് മാറ്റി എഴുതാൻ പോവുകയാണ്. വേർ വാട്ട് ഈസ് ക്യാപിറ്റൽ എക്സ് ഐ? ക്യാപിറ്റൽ എക്സ് ഐ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്മോൾ എക്സ് ഐ മൈനസ് എക്സ് ബാറിനെയാണ്. ആൻഡ് ക്യാപിറ്റൽ വൈ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്മോൾ വൈ ഐ മൈനസ് വൈ ബാറിനെയാണ്. ഈ മാറ്റമാണ് ഞാൻ വരുത്താൻ പോകുന്നത്. അതായത് എയും ബിയും കിട്ടാനുള്ള നോർമൽ ഇക്വേഷൻസ് നമ്മൾ സാധാരണ രീതിയിൽ എഴുതി, എന്നിട്ട് ആ നോർമൽ ഇക്വേഷൻസിനെ നമ്മളൊന്ന് മാറ്റുകയാണ്, ട്രാൻസ്ഫോം ചെയ്യുകയാണ്. സ്മോൾ എക്സ് ഐനെ ഞാൻ ക്യാപിറ്റൽ എക്സ് ഐ ആയിട്ടും സ്മോൾ വൈ ഐനെ ക്യാപിറ്റൽ വൈ ആയിട്ടും എഴുതുകയാണ്. സോ ദ നോർമൽ ഇക്വേഷൻസ് ബിക്കംസ്, ഇപ്പോൾ നമ്മൾ ഈ നോർമൽ ഇക്വേഷൻസ് എങ്ങനെയായി മാറി? നോർമൽ ഇക്വേഷൻസ് സമ്മേഷൻ ക്യാപിറ്റൽ വൈ ഐ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സമ്മേഷൻ ക്യാപിറ്റൽ എക്സ് ഐ പ്ലസ് എൻ ബി ആൻഡ് സമ്മേഷൻ ക്യാപിറ്റൽ എക്സ് ഐ ക്യാപിറ്റൽ വൈ ഐ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സമ്മേഷൻ ക്യാപിറ്റൽ എക്സ് ഐ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു സമ്മേഷൻ ക്യാപിറ്റൽ എക്സ് ഐ. ഇങ്ങനെയാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം ശ്രദ്ധിക്കാം. ക്യാപിറ്റൽ എക്സ് ഐ എന്ന് പറഞ്ഞാൽ സ്മോൾ എക്സ് ഐ മൈനസ് എക്സ് ബാർ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ക്യാപിറ്റൽ സമ്മേഷൻ ക്യാപിറ്റൽ എക്സ് ഐ? ദറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ സ്മോൾ എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്നാണ് കിട്ടുന്നത്. അതായത് എല്ലാ ഒബ്സർവേഷനും അതിൻ്റെ എർത്തമാറ്റിക് മീൻ മൈനസ് ചെയ്തിട്ട് നമ്മൾ സമ്മ് ചെയ്യാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. അതായത് സം ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻസ് ഫ്രം ദയർ എർത്തമാറ്റിക് മീൻ ഇസ് ഈക്വൽ ടു 0. ആ പ്രോപ്പർട്ടി വെച്ചിട്ട് സമ്മേഷൻ ക്യാപിറ്റൽ എക്സ് ഐ എന്ന് വരുന്നത് 0 ആയിരിക്കും. അതേമാതിരി സമ്മേഷൻ ക്യാപിറ്റൽ വൈ ഐനെ നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ സ്മോൾ വൈ ഐ മൈനസ് വൈ ബാർ എന്നാണ്. ദറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 0. അപ്പം നമ്മൾ ഈ എക്സ്പ്രഷൻ എഴുതിയാൽ ഈ ടേം 0 ആയിരിക്കും. ഇവിടെയും 0 ആണ് വരുന്നത്. ആൻഡ് ഈ ടേമും 0 ആയിട്ട് പോകും അല്ലേ? സോ നമ്മൾ രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്കുള്ളത്. ഇത് ഫസ്റ്റ് ഇക്വേഷനും ഇത് സെക്കൻഡ് ഇക്വേഷനുമാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിട്ട് മാറും? ഫസ്റ്റ് ഇക്വേഷന് നമുക്ക് കിട്ടുന്നത് ഇവിടെ 0 ആണ്, ഇവിടെ എ ഇൻറ്റു 0 ആണ്. ഫസ്റ്റ് ഇക്വേഷന് നമുക്ക് കിട്ടുന്നത് ബി ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ബി 0 ആണെന്ന് നമുക്ക് കിട്ടി. ഇപ്പോൾ രണ്ട് കോൺസ്റ്റൻറ്റുകളിൽ ബി 0 ആണെന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നോക്കാം. രണ്ടാമത്തെ ഇക്വേഷനിൽ ഈ ടേം 0 ആയിപ്പോയി. ദിസ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് വരുന്നത് സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് സമ്മേഷൻ ക്യാപിറ്റൽ എക്സ് ഐ വൈ ഐ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സമ്മേഷൻ ക്യാപിറ്റൽ എക്സ് ഐ സ്ക്വയർ എന്നാണ് അല്ലേ? ഫ്രം ഹിയർ വി ക്യാൻ ഗെറ്റ് എ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ക്യാപിറ്റൽ എക്സ് ഐ വൈ ഐ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ക്യാപിറ്റൽ എക്സ് ഐ സ്ക്വയർ എന്ന് എഴുതാം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഒറിജിനലി വാട്ട് ഈസ് ക്യാപിറ്റൽ എക്സ് ഐ ആൻഡ് ക്യാപിറ്റൽ വൈ ഐ? ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ക്യാപിറ്റൽ എക്സ് ഐനെ ഞാൻ അതിൻ്റെ ഒറിജിനൽ രൂപത്തിലേക്ക് മാറ്റി എഴുതാണ്. നമ്മൾ എക്സ് ഐ മൈനസ് എക്സ് ബാറിനെയാണ് ക്യാപിറ്റൽ എക്സ് ഐ എന്ന് കൊടുത്തത്. ആൻഡ് വൈ ഐ ഇസ് വൈ ഐ മൈനസ് വൈ ബാർ ഡിവൈഡഡ് ബൈ, ഞാനിവിടെ സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ എങ്ങനെ എഴുതുന്നു? എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ നമുക്ക് എഴുതാം.
ഇതാണ് എക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ. നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. ഞാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 1/n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ എന്താ കിട്ടുന്നത്? 1/n സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ഇൻറ്റു yi മൈനസ് വൈ ബാർ. അപ്പോൾ താഴെ വരുന്നത് 1/n സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്നാണ് വരുന്നത്. ആൻഡ് ന്യൂമറേറ്റർ ഈസ് ആക്ച്വലി കൊവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. ന്യൂമറേറ്റർ എന്താണ്? കൊവേരിയൻസ് ആണ്. ആൻഡ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 1/n സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എക്സ് ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമുക്ക് കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ് എന്നാണ് കിട്ടിയത്. ബി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 0 എന്നും കിട്ടി. സോ അവർ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് ക്യാൻ ബി റിട്ടേൺ ആസ് നമ്മുടെ ഫോം y is equal to ax പ്ലസ് ബി എന്ന് പറയുന്ന ഫോമായിരുന്നു. അതിനിപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? y is equal to അല്ലേ, y എന്ന് പറഞ്ഞാൽ നമുക്കതിനെ y മൈനസ് വൈ ബാർ എന്ന് മാറ്റിയിട്ട് എഴുതും അല്ലേ. വൈനെ നമ്മൾ ക്യാപിറ്റൽ വൈ ആയിട്ടാണ് എഴുതിയത്. അപ്പോൾ നമ്മൾ അതിനെ ക്യാപിറ്റൽ വൈ ആയിട്ട് എഴുതുകയാണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ വൈ ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന രൂപത്തിൽ എഴുതിയാൽ നമുക്ക് ഇവിടെ എന്തെഴുതാം? വൈ മൈനസ് വൈ ബാർ ദറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു വാട്ട് ഈസ് എ? എനെ നമുക്ക് കിട്ടിയിരിക്കുന്നത് കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ് എന്നാണ്, ഇൻറ്റു എക്സ്. എക്സിൻ്റെ സ്ഥാനത്ത് എക്സിന് നമുക്ക് എക്സ് മൈനസ് എക്സ് ബാർ എന്നും എഴുതും. ആൻഡ് ബി 0 ആണ്. ഇതിൽ നമ്മൾ ഈ കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് ബി വൈ എക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ബി വൈ എക്സ് എന്ന് നമുക്ക് പറയും. ഓക്കെ. സിമിലർലി നമുക്ക് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് കണ്ടു. ഇതുമാതിരി എക്സ് ഓൺ വൈ നമുക്ക് കണ്ടുപിടിക്കും. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എഴുതുന്നത് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആണ്. അപ്പോൾ അതിൻ്റെ ഫോം എക്സ് ഇസ് ഈക്വൽ ടു, ഇറ്റ് വിൽ ബി ഓഫ് ദ ഫോം എക്സ് ഇസ് ഈക്വൽ ടു എന്നുള്ള ഫോമിലായിരിക്കും. എക്സ് ഇസ് ഈക്വൽ ടു സി വൈ പ്ലസ് ഡി എന്ന ഫോമിലായിരിക്കും. ഇവിടെ സിയും ഡിയും നമുക്ക് കിട്ടുന്നത് സോൾവിങ് നോർമൽ ഇക്വേഷൻസ് ആണ്. നോർമൽ ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യാണ്. നമ്മളുടെ നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് നോർമൽ ഇക്വേഷൻ ഈസ് സമ്മേഷൻ എക്സ് ഐ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു സമ്മേഷൻ വൈ ഐ പ്ലസ് എൻ ഡി എന്നായിരിക്കും. ആൻഡ് സെക്കൻഡ് നോർമൽ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഐ വൈ ഐ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു സമ്മേഷൻ വൈ സ്ക്വയർ പ്ലസ് ഡി ഇൻറ്റു സമ്മേഷൻ വൈ ഐ എന്ന് പറഞ്ഞ ഫോമായിരിക്കും. ഇതിന് ശേഷം നമ്മൾ ട്രാൻസ്ഫോർമേഷൻ വരുത്തുകയാണ്. ഞങ്ങൾ ക്യാപിറ്റൽ എക്സ് ഐ ആണ് സ്മോൾ എക്സ് ഐയുടെ സ്ഥാനത്ത് കൊടുക്കാൻ പോകുന്നത്. ആൻഡ് സ്മോൾ വൈ ഐൻ്റെ സ്ഥാനത്ത് ഞാൻ ക്യാപിറ്റൽ വൈ ഐ എന്ന് കൊടുക്കാൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റൽ എക്സ് ഐ ഇസ് സ്മോൾ എക്സ് ഐ മൈനസ് എക്സ് ബാർ ആൻഡ് ക്യാപിറ്റൽ വൈ ഐ ഇസ് ഈക്വൽ ടു സ്മോൾ വൈ ഐ മൈനസ് വൈ ബാർ അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതി. സോ നമ്മളുടെ ഇക്വേഷൻ ബിക്കം സമ്മേഷൻ ക്യാപിറ്റൽ എക്സ് ഐ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു സമ്മേഷൻ ക്യാപിറ്റൽ വൈ ഐ പ്ലസ് എൻ ഇൻറ്റു ഡി ആൻഡ് സമ്മേഷൻ എക്സ് ഐ വൈ ഐ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു സമ്മേഷൻ വൈ ഐ സ്ക്വയർ പ്ലസ് ഡി ഇൻറ്റു സമ്മേഷൻ ക്യാപിറ്റൽ വൈ ഐ. അപ്പം നമുക്ക് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് സമ്മേഷൻ എക്സ് ഐ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും, സമ്മേഷൻ വൈ ഐ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പം ഇവിടെ വരുന്ന ഈ സമ്മേഷൻ എക്സ് ഐ സമ്മേഷൻ വൈ ഐ എന്ന് വരുന്ന ടേമുകളെല്ലാം 0 ആയിട്ട് പോകും. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തേന്ന് കിട്ടുന്നത് ഡി എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 0 എന്ന് നമുക്ക് കിട്ടും. ആൻഡ് ഫ്രം സെക്കൻഡ് ഇക്വേഷൻ വി വിൽ ഗെറ്റ് സി ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഐ വൈ ഐ ഡിവൈഡഡ് ബൈ സമ്മേഷൻ വൈ ഐ സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ ഐ മൈനസ് വൈ ബാർ ഡിവൈഡഡ് ബൈ സമ്മേഷൻ വൈ ഐ മൈനസ് വൈ ബാർ ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് സി എന്ന് കിട്ടുന്നത്. അപ്പോൾ നേരത്തെ പോലെ ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 1/n കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നത് ദിസ് ഇസ് ഈക്വൽ ടു കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് വൈ എന്നാണ്.
അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സി. ദെർഫോർ നമ്മളുടെ റിഗ്രഷൻ ഇക്വേഷന് ക്യാപിറ്റൽ എക്സിൻ്റെ ടേമിൽ പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സി വൈ പ്ലസ് ഡി എന്നാണ് നമ്മൾ എഴുതിയത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയായിട്ട് മാറ്റി എഴുതാം? റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈനെ നമുക്ക് ഇങ്ങനെ എഴുതാം: എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു സി. സി ഇസ് covariance of xy divided by variance of y into നമുക്ക് y ആണ് വരുന്നത്, ദാറ്റ് ഈസ് y മൈനസ് y ബാർ പ്ലസ് ഡി ഉണ്ട്, നമുക്കറിയാം d ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് വൈ എന്ന് പറയുന്നത് നമ്മളെ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഓൺ വൈ ബി എക്സ് വൈ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസിനെ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ടു റിഗ്രഷൻ ലൈൻസ് ഫോർ ദ വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ആർ ഗിവൺ ആസ് 2x plus 7y is equal to 14 and 3x plus 14y is equal to 26. Identify the regression lines and find the means of x and y and the coefficient of correlation. ഇതാ തന്നിരിക്കുന്നത്. നമുക്ക് രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് 2x പ്ലസ് 7y ഇസ് ഈക്വൽ ടു 14 എന്നും മറ്റൊന്ന് തന്നിരിക്കുന്നത് 3x പ്ലസ് 14y ഇസ് ഈക്വൽ ടു 26 എന്നും രണ്ട് റിഗ്രഷൻ ലൈൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയില്ല ഏതാണ് റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് എന്നും ഏതാണ് എക്സ് ഓൺ വൈ എന്നും നമുക്ക് അറിയില്ല. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ്, നമ്മൾ ഏതെങ്കിലും ഒന്ന് എക്സ് ഓൺ വൈ ആണെന്ന് അസ്യൂം ചെയ്യുന്നു, അപ്പം മറ്റേത് വൈ ഓൺ എക്സ് ആയിരിക്കുമല്ലോ. അങ്ങനെ വെച്ചിട്ട് നമ്മൾ അവരുടെ റിഗ്രഷൻ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ബേസിസിൽ അവരെ പ്രോഡക്റ്റ് എടുത്ത് നോക്കിയിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് വരുന്നതെങ്കിൽ നമ്മളുടെ അസംഷൻ ശരിയാണ്, അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് എക്സ് ഓൺ വൈ എന്ന് വിചാരിച്ചതിനെ വൈ ഓൺ എക്സ് എന്ന് മാറ്റിയെടുക്കേണ്ടി വരും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അസ്യൂം ചെയ്യുന്നു, ഞാൻ ആദ്യത്തതിനെ എക്സ് ഓൺ വൈ ആണെന്ന്, ആദ്യത്തെ റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ആൻഡ് അതുകൊണ്ട് സെക്കൻഡ് വിൽ ബി വൈ ഓൺ എക്സ്. അപ്പോൾ വൈ ഓൺ എക്സ് എന്ന് പറയുന്നത് 3x പ്ലസ് 14y ഇസ് ഈക്വൽ ടു 26 ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എക്സ് ഓൺ വൈ എന്ന് ഞാൻ വിചാരിച്ച ലൈനിൻ്റെ ഇക്വേഷനെ എക്സ് ഇസ് ഈക്വൽ ടു എന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ 2x ഇസ് ഈക്വൽ ടു മൈനസ് 7y പ്ലസ് 14 എന്ന് എഴുതി, ഓർ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 7/2y പ്ലസ് 14/2 എന്ന രൂപത്തിലേക്ക് എഴുതി. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു സി വൈ പ്ലസ് ഡി എന്ന് പറയുന്ന രൂപമാണിത് അല്ലേ. ഏതാണ്? എക്സ് ഇസ് ഈക്വൽ ടു സി വൈ പ്ലസ് ഡി എന്ന രൂപത്തിലേക്ക് ഞാൻ എക്സ് ഓൺ വൈ ആണെന്ന് അസ്യൂം ചെയ്ത ലൈനിൻ്റെ ഇക്വേഷനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ വൈൻ്റെ കോയഫിഷ്യൻ്റായിട്ട് വരുന്ന ആളെയാണ് നമ്മൾ ബി എക്സ് വൈ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ എഴുതിയെന്ന് എനിക്ക് കിട്ടിയ ബി എക്സ് വൈയുടെ വാല്യൂ എന്താണ്? മൈനസ് 7/2 എന്നാണ്. ഇതിവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ വൈ ഓൺ എക്സ് എന്ന് പറയുന്ന ലൈനിലേക്ക് പോവാണ്. അതിന് ഞാൻ വൈ ഇസ് ഈക്വൽ ടു എന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതുകയാണ്. അപ്പോൾ ഞാൻ 14y ഇസ് ഈക്വൽ ടു 3xനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി മൈനസ് 3x പ്ലസ് 26 ഇങ്ങനെ എഴുതി അല്ലേ. വാട്ട് ഈസ് വൈ? വൈ ഇസ് ഈക്വൽ ടു മൈനസ് 3/14x പ്ലസ് 26/40 ഇങ്ങനെ ഞാൻ മാറ്റി എഴുതുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് ഓഫ് ദ ഫോം വൈ ഇസ് ഈക്വൽ ടു AX പ്ലസ് ബി ഫോമാണ്. ഇങ്ങനൊരു ഫോമിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ കോയഫിഷ്യൻ്റായിട്ട് വരുന്ന ആളാണ് നമ്മളുടെ ബി വൈ എക്സ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ബി വൈ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് മൈനസ് 3/14 ആണ്. അപ്പോൾ ഈ ബി എക്സ് വൈയും ബി വൈ എക്സും എനിക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ ഒരു അസംഷൻ്റെ ബേസിസിൽ ചെയ്തതാണ്. ഇത് വൈ എക്സ് ഓൺ വൈ എന്നും ഇത് വൈ ഓൺ എക്സ് എന്നുള്ള അസംഷൻ്റെ ബേസിൽ ചെയ്തത് കിട്ടിയതാണ്. ഇനി ഇത് കറക്റ്റാണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യുന്നത് ഞാൻ ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ് ചെയ്ത് നോക്കും. ഇതിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വന്നാലാണ് എൻ്റെ അസംഷൻ കറക്റ്റ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് 7/2 ഇൻറ്റു മൈനസ് 3/40.
ഇതാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം BYX ഇൻറ്റു BXY ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 3/4 എന്നാണ്. ദറ്റ് ഈസ് 0.75 എന്നാണ് കിട്ടുന്നത്, വിച്ച് ഇസ് ലെസ് ദാൻ 1 അല്ലേ. അപ്പോൾ ഇത് ലെസ് ദാൻ 1 ആയതുകൊണ്ട് നമ്മളുടെ എസംഷൻ കറക്റ്റാണ്. ഞാൻ BXY എന്ന് എടുത്തത് തന്നെയാണ് നമ്മളെ കറക്റ്റായിട്ട് BXY. അപ്പം BYX ആണ് നമ്മളെ കറക്റ്റായിട്ടുള്ള വാല്യൂ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി പറയാം, നമ്മൾ 2 റിഗ്രഷൻ ലൈനുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം, വിച്ച് ഇസ് ദ റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ. റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ എന്ന് പറയുന്നത് നമ്മുടെ കറക്റ്റ് അസംഷനിൽ വന്നത് തന്നെയാണ്. 2x plus 7y is equal to 14. And similarly, the regression line of y on x is 3x plus 14y is equal to 26. ഇത് രണ്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കൂടി കണ്ടുപിടിക്കാം. അപ്പോൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് r is equal to square root of BYX ഇൻറ്റു BXY. ഇവരുടെ പ്രോഡക്റ്റിൻ്റെ റൂട്ടാണ് നമുക്ക് വേണ്ടത് കോറിലേഷൻ കോഎഫിഷ്യൻ്റായിട്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവരെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 0.75 എന്നുള്ള ആൻസറാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാം. 0.75ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.87 എന്നാണ്. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കോറിലേഷൻ കോഎഫിഷ്യൻറ്റുകളിനും റിഗ്രഷൻ കോഎഫിഷ്യൻറ്റുകൾക്കും എപ്പോഴും ഒരേ സൈനായിരിക്കും. അപ്പം BXYക്കും BYXനും നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് നമ്മളെ കോറിലേഷൻ കോഎഫിഷ്യൻ്റെ സൈനും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് r is equal to -0.87. ഈ ക്വസ്റ്റ്യനിലുള്ള അടുത്ത പാർട്ട് നമുക്ക് നോക്കാം. ഫൈൻഡ് ദ മീൻസ് ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിൻ്റെയും വൈൻ്റെയും മീനുകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ 2 റിഗ്രഷൻ ലൈനുകളെ നമ്മൾ സോൾവ് ചെയ്തിട്ട് എഴുതാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ റിഗ്രഷൻ ലൈന് 2x plus 7y is equal to 14 and second is 3x plus 14y is equal to 26. നമുക്ക് ഈ 2 റിഗ്രഷൻ ലൈനുകളുടെ ഇക്വേഷൻ ഉണ്ട്. നമുക്ക് 1ഉം 2 എന്ന് കൊടുക്കാം. ഇവരെ സോൾവ് ചെയ്തിട്ട് കിട്ടുന്ന എക്സ് വാല്യൂ ആണ് മീൻ ഓഫ് എക്സ് ആൻഡ് കിട്ടുന്ന വൈ വാല്യൂ ആയിരിക്കും മീൻ ഓഫ് വൈ. അപ്പോൾ നമുക്ക് ഇവരെ സോൾവ് ചെയ്യാം. അപ്പോൾ നോക്കുമ്പം ഇവിടെ 2xും ഇവിടെ 3xും ഇവിടെ 7y ഉണ്ട്, ഇവിടെ 14y ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 14/14y എന്ന് കോമൺ ആയിട്ടുള്ള നമുക്ക് രണ്ടിനും സെയിം ആയിട്ടുള്ള കോഎഫിഷ്യൻറ്റ് വൈന് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 2 എന്ന് ചെയ്യുന്നു. അപ്പം നമുക്ക് എന്താ കിട്ടുന്നത്? 4x plus 14y is equal to 28. സെക്കൻഡ് ഇക്വേഷന് ഞാനൊരു മാറ്റം വരുത്തുന്നില്ല, അതേപോലെ എഴുതുന്നു. 3x plus 14y is equal to 26. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് ഇതിന് ഞാൻ സബ്ട്രാക്റ്റ് ചെയ്യാൻ പോവുകയാണ്. സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ 4x minus 3x x, 14y minus 14y 0 ആയിട്ട് പോയി, 28 minus 26 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. എക്സ് is equal to 2. ഇത് നമുക്ക് ഏതെങ്കിലും ഇക്വേഷനിൽ, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ബിക്കം 2x, ദറ്റ് ഈസ് 2 into 2 plus 7y is equal to 14 എന്ന് കിട്ടി. ഓർ 4 plus 7y is equal to 14 or 7y is equal to 14 minus 4, that is equal to 10. Therefore y is equal to 10/7. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂവും വൈൻ്റെ വാല്യൂവും സോൾവ് ചെയ്ത് കിട്ടി. അപ്പോൾ ആ കിട്ടിയിരിക്കുന്ന എക്സിൻ്റെ വാല്യൂ ആണ് മീൻ ഓഫ് എക്സ്. ദറ്റ് ഈസ് മീൻ ഓഫ് എക്സ് is equal to 2 and മീൻ ഓഫ് y is equal to 10/7. Next question. Calculate Pearson's coefficient of correlation using the following data on x and y. X values 12, 14, 18, 23, 28, 30 and 35. Y values 14, 17, 20, 28, 30,
38 and 40. ഇത് വെച്ചിട്ട് നമുക്ക് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാം. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഫോർമുല R is equal to n into summation xy minus summation x summation y divided by square root of n into summation x square minus summation x the whole square into root of n into summation y square minus summation y the whole square. ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സമ്മേഷൻ എക്സിൻ്റെ സമ്മുകൾ വേണം, വൈൻ്റെ സമ്മ് വേണം, അതേമാതിരി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആൻഡ് എക്സ് വൈകളുടെ എല്ലാം സമ്മാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ടേബിൾ രൂപത്തിൽ എക്സ് വാല്യൂസിനെ എഴുതി വൈ വാല്യൂസിനെ എഴുതി ഇവിടെ എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വൈ സ്ക്വയർ എന്ന് പറഞ്ഞ കോളം വൈൻ്റെ സ്ക്വയറുകളുടെ കോളം കണ്ടുവച്ചിട്ടുണ്ട്, ആൻഡ് എക്സ് ഇൻറ്റു വൈൻ്റെ കോളവും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവരുടെ സം എന്താണ് വരുന്നത് എന്ന് നോക്കാം. അപ്പോൾ സമ്മേഷൻ എക്സിൻ്റെ സമ്മ് വരുന്നത് 160 ആണ്. സമ്മേഷൻ വൈ വരുന്നത് 187 ആണ്. ദെൻ സമ്മേഷൻ എക്സ് സ്ക്വയറുകളുടെ സമ്മ് വരുന്നത് 4102 ആണ്. സമ്മേഷൻ വൈ സ്ക്വയർ വരുന്നത് 5613 ആൻഡ് സമ്മേഷൻ എക്സ് വൈ വരുന്നത് 4790. ഇതാണ് നമ്മൾ വാല്യൂസ് വരുന്നത്. ആൻഡ് നമുക്ക് അറിയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, ടോട്ടൽ പെയേഴ്സ് ഓഫ് ഒബ്സർവേഷൻ n is equal to 7. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് നമ്മളെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. R is equal to ഫോർമുല നമുക്കൊന്നും കൂടി എഴുതാം, n ഇൻറ്റു സമ്മേഷൻ എക്സ് വൈ മൈനസ് സമ്മേഷൻ എക്സ് സമ്മേഷൻ വൈ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് n ഇൻറ്റു സമ്മേഷൻ എക്സ് സ്ക്വയർ മൈനസ് സമ്മേഷൻ എക്സ് ദ ഹോൾ സ്ക്വയർ into root of n into summation y square minus summation y the whole square. That is equal to 7 into 4790 minus summation x into summation y 160 into 187 divided by square root of n into 7 into summation x square 4102 minus summation x the whole square into root of 7 into summation y square is 5613 minus summation y 187 the whole square എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കിട്ടാൻ പോകുന്നത് 0.984. ഈ വാല്യൂ ആണ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കമ്പോണൻറ്റ്സ് ഓഫ് എ ടൈം സീരീസ്. ഫസ്റ്റ് കമ്പോണൻറ്റ് ഇസ് സെക്യുലർ ട്രെൻഡ്. ബൈ സെക്യുലർ ട്രെൻഡ് or trend we mean the general tendency of the data to increase or decrease during a long period of time. It is a long term fluctuation. For example, an upward trend would be seen in data related to population, agricultural production, etc., while a downward tendency would be seen in the data related to births and deaths, epidemics, etc. Second component is seasonal variations. These variations in time series are due to periodic movements with period less than a year. The seasonal variations may be attributed to the following two causes. First one is those resulting from natural forces. Various seasons or weather conditions and climatic changes play an important role in seasonal movements. For example, the sales of umbrellas increase in rainy season, demand for air conditioners goes up in summer season, etc. Second point is those resulting from man-made customs and conventions. These variations in time series are due to habits, customs and conventions of the people in the society. For example, the sales of clothes goes up in festival seasons, sales of jewelry goes up during marriage seasons, etc. Third one is cyclic
variations. Third component ആണ്. Cyclic variations are also periodic variations in time series with period of variation more than 1 year. The cyclic movements in time series are generally attributed to the so-called business cycle composing of 4 phases: prosperity or boom, decline, depression and improvement. Fourth component is irregular variations. Irregular variations are the movements or fluctuations in time series which are unpredictable and are due to the causes which are beyond human control, such as earthquakes, wars, floods, famines, epidemics, etc.